എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊടിലേക്ക് സ്വാഗതം. കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനത്തിൻ്റെ ഭാഗമായുള്ള സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് നാളെ പ്രസിദ്ധീകരിക്കും. അപ്പോൾ നാളെ എത്ര മണിയോടെയൊക്കെ ആയിരിക്കും പ്രസിദ്ധീകരിക്കുക എന്നുള്ള വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. വിശദമായ വാർത്തയിലേക്ക് തന്നെ പോകാം. ആദ്യമായി ഡിജിറ്റൽ കാണുന്ന വിദ്യാർത്ഥി സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് നോട്ടിഫിക്കേഷൻ ബെല്ലേക്ക് ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായ നിർദ്ദേശം ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ നമ്മുടെ ചാനൽ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ വാട്സപ്പ് ചാനലും കൂടി ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്കിതിനെ വളരെ പ്രധാനമറിയുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനത്തിൻ്റെ ഭാഗമായുള്ള സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് നാളെ പ്രസിദ്ധീകരിക്കും. അപ്പോൾ നാളെ എത്ര മണിയോടൊക്കെ ആയിരിക്കും പ്രസിദ്ധീകരിക്കുക എന്ന് നിരവധി വിദ്യാർത്ഥികൾ നമ്മളോട് ചോദിക്കുന്ന ഒരു സംശയം തന്നെയാണ്. നമ്മളിവിടെ അഡ്മിഷൻ ഷെഡ്യൂൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നത് സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് 17/8/2026, അത് നാളെ ഓഗസ്റ്റ് മാസം 17 പ്രസിദ്ധീകരിക്കും എന്നുള്ള വിവരങ്ങളാണ് ഇവിടെ കാണുന്നത്. സമയം പറഞ്ഞിട്ടില്ല. ബട്ട് എന്നാൽ പോലും നിലവിൽ ഉള്ള അലോട്ട്മെൻറ്റുകൾ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡൊക്കെ അല്ലെങ്കിൽ ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻ്റ് ഒക്കെ വന്നത് ഏതാണ്ട് ഒരു 5 മണിയോടൊക്കെ കൂടി തന്നെയായിരുന്നു. അതേപോലെ തന്നെ ഒരു 5 മണിയോടൊക്കെ കൂടി തന്നെയാണ് ഈ അലോട്ട്മെൻറ്റ് വിവരങ്ങളും പബ്ലിഷ് ചെയ്യുക. അപ്പം ഏതാണ്ട് ആ ടൈമോട് ഒരു ഉച്ച കഴിഞ്ഞതിന് ശേഷമൊക്കെ നിങ്ങൾ നോക്കിയാൽ മതിയാകും. അഡ്മിഷൻ സംബന്ധമായ വിവരങ്ങളും മറ്റ് ഡീറ്റെയിൽസ് എല്ലാം വരും വീഡിയോകളിലൂടെ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യും. അലോട്ട്മെൻറ്റ് അലോട്ട്മെൻറ്റ് വന്നു കഴിയുമ്പോൾ തീർച്ചയായും അത് വീഡിയോ ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നാളെ ഒരു ഉച്ചയ്ക്ക് ശേഷം ഒരു വൈകുന്നേരത്തോടു കൂടി മാത്രം നിങ്ങളിത് നോക്കിയാൽ മതിയാകും. അപ്പോൾ 5 മണിയോടൊക്കെ കൂടി തന്നെയാണ് മറ്റ് അലോട്ട്മെൻറ്റുകളൊക്കെ വന്നത്. സ്പോട്ട് അഡ്മിഷൻ ഇപ്പം സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ കിട്ടാത്തവർക്കും ഇതിനുശേഷം ഇതുവരെ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ സാധിക്കാത്തവർക്കെല്ലാം സ്പോട്ട് അഡ്മിഷൻ വിൽ ബി കണ്ടക്ടഡ് ഓൺലി ആഫ്റ്റർ ഓണം ഹോളിഡേയ്സ് എന്നാണ് ചെയ്യുന്നത്. അപ്പം ഓണം വെക്കേഷന് ശേഷമായിരിക്കും എന്ത് ചെയ്യുന്നത്, സ്പോട്ട് അഡ്മിഷൻ സംബന്ധമായ ഡീറ്റെയിൽസ് വരിക എന്ന് യൂണിവേഴ്സിറ്റി അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ പിന്നീട് അറിയിക്കുക. അപ്പോൾ പുതിയ കാണുന്ന